ചെമ്പനിപ്പ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. സച്ചിയും രേവതിയും തമ്മിലടിപ്പിച്ചിട്ട് രേവതിയെ എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു പദ്ധതിയിലാണ്. ചന്ദ്രമതിക്ക് നല്ല എട്ടിന്റെ പണിയായിട്ട് രേവതി അത് തിരികെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ദേവുവിന് ജോലി കിട്ടിയതിന് ശേഷം ദേവുവിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വർഷ ചെല്ലുന്നുണ്ടേ. വർഷയെ കണ്ടോടെ തന്നെ ദേവ് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല വർഷയെ നീ എന്താ ഇവിടെയെന്ന്, നീ പുതിയതായിട്ട് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു എന്നുള്ള കാര്യം രേവതി ചേച്ചി പറഞ്ഞു, കൺഗ്രാചുലേഷൻ ഒക്കെ പറയുന്നുണ്ടേ. എപ്പോഴാണ് നീ ട്രീറ്റ് തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം കൂടി വർഷ ചോദിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് മന്ത് സാലറി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തരാം, ശരി നീ അപ്പൊ തന്നാ മതി, എന്നാ നിനക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് കയ്യിലുള്ള ഗിഫ്റ്റ് കൊടുക്കുവാണ്. ഇതെന്താന്ന് ദേവ് കണ്ടോടനെ തന്നെ ചോദിക്കുന്നുണ്ട്. ആദ്യം നീ ഇത് ഓപ്പൺ ചെയ്ത് നോക്ക്, അത് വേറൊന്നുമല്ല ഒരു വാച്ചാണ് കേട്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമായി, എന്നാൽ ഞാൻ തന്നെ കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് വർഷ തന്നെ ദേവുവിന്റെ കയ്യിൽ ആ വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് ശ്രീകാന്ത് എവിടെയെന്ന് ചോദിക്കുകയാണ് ദേവു. അവൻ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം കൂടി സംസാരിക്കണം, വാ നമുക്ക് അങ്ങോട്ട് മാറുന്ന സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുവാണ്. അതേസമയം അതുവഴി ഒരു ഗർഭിണി ഇങ്ങനെ നടന്നു പോകുന്നത് വർഷ കാണുന്നുണ്ട്. ഇവിടെ പ്രഗ്നന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പേഷ്യൻസ് മാത്രമല്ലേ വരുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇത് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ അല്ലേ, അത് മാത്രമല്ല അവരുടെ ഫേസിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്നുള്ള കാര്യം കൂടി വർഷ ചോദിക്കുന്നുണ്ട്. അത് നോർമലി ഉള്ളതാണല്ലോ, ചെറിയ ഭയം ആർക്കാണ് ഇല്ലാതാവുക, ഇതുപോലത്തെ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് വർഷ പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. എന്തിനാന്ന് വർഷ ചോദിക്കുമ്പോൾ ഇവിടെ ഡോക്ടറിന്റെ ജോലിയിൽ വേക്കൻസി ഉണ്ട്, വന്ന് നോക്കുന്നോ, ചുമ്മാ കളിയാക്കല്ലേ, പിന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അടുത്തത് കുഞ്ഞല്ലേ, എന്തായാലും ഞാനൊരിക്കലും ഇങ്ങനെ വന്ന് ഇരിക്കില്ല. ഇപ്പോൾ റീസെന്റ് ആണ് ഇതിന്റെ പെയിൻ എന്താണെന്നുള്ള കാര്യം ഞാൻ ഫീൽ ചെയ്തത്. ഇപ്പോൾ അടുത്ത് ഞാനൊരു ഡബിങ് സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഡെലിവറി ചെയ്യുന്ന ആ പെണ്ണ് പെയിനായിട്ട് എന്തോരം നിലവിളിച്ചു എന്നുള്ള കാര്യം അറിയോ. പെയിനൊക്കെ ഉണ്ടാവും പക്ഷേ പിന്നെ അത് ഒരു ദിവസത്തേക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ആണ്, പക്ഷേ എന്നെ കൊണ്ട് അത്രയും പെയിൻ ഒന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എങ്ങനെയാണ് വർഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, എന്താ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കാനാണോ പ്ലാന്, അതിന് വീട്ടിൽ സമ്മതിക്കോ. ഇപ്പൊ തന്നെ വീട്ടിൽ ചോദ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ശ്രീകാന്തിനാണെങ്കിൽ ആഗ്രഹമുണ്ട്, പിന്നെന്താ വർഷേ ഉടനെ തന്നെ ഒരു കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ, ഒരു ദിവസത്തെ പെയിൻ അല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ ലൈഫ് ലോങ് നിന്നെ അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞും ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണല്ലോ, അത് മാത്രമാണോ ചിലർക്ക് ആ അവസരങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട്, അതിന്റെ പേരിൽ ഒരുപാട് പേര് വേദനിക്കുന്നവരും ഉണ്ട്. ഇവിടെ തന്നെ എന്തോരം ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഈ പെയിനിന്റെ കാര്യമൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ഇത് വെറുതെ മാറ്റി വെക്കരുത്, അതൊക്കെ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. പിന്നെ ഭാവിയിൽ നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ള ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയായിരിക്കും. ഞാനതിന് മൊത്തമായിട്ട് കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള കാര്യം വിചാരിക്കുന്നില്ല, പക്ഷേ ഞാൻ പ്രസവിക്കില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ല പക്ഷേ നീ എന്താ പറയുന്നത്, മൊത്തത്തിൽ കുഴപ്പമാണല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ വാടക ഗർഭമുണ്ടല്ലോ അതുപോലെ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വർഷം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഹെൽത്തി അല്ലേ, നോർമലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് ഇങ്ങനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. എന്നെ കൊണ്ട് എന്തായാലും ദേവു ഈ പെയിനൊന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല. പെയിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഇതിനൊക്കെ ശ്രീകാന്ത് സമ്മതിക്കുമെന്ന് ദേവു ചോദിക്കുമ്പോൾ അവന്റെ സമ്മതം എന്തിനാണ്, എന്റെ ശരീരമാണ്, ഞാനാണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വർഷി നീ ഓൾറെഡി ഡിസൈഡ് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ആ ഡിസൈഡ് ചെയ്തു, എന്തായാലും ഇതൊക്കെ നിന്റെ ഒപ്പീനിയൻ ആണ്, അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്കും തോന്നുന്നില്ല. ദേവു അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആരുടെ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഓപ്പോസ് ചെയ്തിട്ട് മാത്രമാണല്ലോ എല്ലാവരും സംസാരിക്കുക. പക്ഷേ ഇവള് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദേവുവിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വർഷ. പിന്നെ ദേവു എനിക്ക് ഒരു ഹെൽപ്പും കൂടി ചെയ്യണം, ഈ ഹോസ്പിറ്റലിൽ അതിന്റെ പ്രൊസീജിയർ എന്താന്നുള്ള കാര്യം ചോദിക്കണം. അത് മാത്രമല്ല ചിലര് അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചും അന്വേഷിക്കണം. അതിനൊക്കെ പക്ഷേ ഒരുപാട് ചെലവാവില്ലേ, അതൊക്കെ നോക്കാം. പിന്നെ എന്തിനാണ് എന്റെ അച്ഛൻ ഇത്രയും സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, ഇനിയിപ്പോ എന്റെ അച്ഛൻ തന്നിട്ടില്ലെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കും. നീ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്റെ അടുത്ത് പറയണമെന്ന് പറയണേ. അതുപോലെ ചെയ്യാന്ന് ദേവും പറയുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് വർഷ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ കാര്യത്തെ കുറിച്ചിട്ട് രേവതി ചേച്ചിയുടെ അടുത്തൊന്നും പറയരുത് എന്ന്. ശരി, ഇല്ല ഞാൻ ആരുടെ പറയില്ല എന്ന് പറയാണ്. അങ്ങനെ വർഷ അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരത്തിന്റെ പിറന്നാൾ ദിവസമാണേ. അതേ ദിവസം തന്നെയാണ് ശരത്തിന്റെ കൈയിന്റെ കെട്ടൊക്കെ ഊരിയിട്ട് പഴയതുപോലെ തന്നെ നോർമലി കുഴപ്പമൊന്നുമില്ലാത്ത രീതി ആവുകയാണ്. കൈയെല്ലാം ശരിയായത് കൊണ്ട് തന്നെ പിറന്നാളാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണോ എന്നുള്ളത് നമ്മുടെ ലക്ഷ്മിയുടെ ആഗ്രഹമാണ്. പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ശരത്തിന്റെ അടുത്ത് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി വരാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ശരത്ത് ദേഷ്യത്തോടു കൂടി പറയുന്നത്. സച്ചിയേട്ടൻ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പരിപാടിക്കും കാര്യങ്ങൾക്കും ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് പിറന്നാൾ ആഘോഷിച്ചാൽ മതി എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി കയറി വരുന്നത് കേട്ടോ. രേവതി അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ശരത്തിന്റെ കൈ മാറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് അവന്റെ പിറന്നാളല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ മോളെ, ഇന്ന് വൈകുന്നേരം എല്ലാവരെയും വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ കൈ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൂജയൊക്കെ നടത്താന്നുള്ള കാര്യം കൂടി ലക്ഷ്മി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം സച്ചേട്ടനെ കൂട്ടിയിട്ട് വരാം. അമ്മ എന്തായാലും സച്ചേട്ടനെ വിളിച്ചിട്ട് ഒന്ന് കാര്യം പറഞ്ഞേക്കെന്ന് പറയാണേ. അത് കേട്ടിട്ട് നമ്മുടെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ മടിച്ചു മടിച്ച് നിൽക്കുന്നുണ്ട്. എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് രേവതി ശരത്തിന്റെ കൈ ശരിയായി, പക്ഷെ അവന്റെ തലയ്ക്ക് എന്തോ അടി പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം തോന്നുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവന്റെ പിറന്നാൾ ദിവസം സച്ചി വരരുത് എന്നുള്ള കാര്യമാണ് അവൻ പറയുന്നത്. ഓ, അവൻ അത്രയ്ക്ക് മാത്രമൊക്കെ ആയോ? ഇത് കേട്ടുകൊണ്ടാണ് ശരത്ത് പുറത്തേക്ക് വരുന്നത്. അല്ല ശരത്തെ, നീ എന്താണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ പിറന്നാൾ ദിവസം ഞാൻ മാത്രമായിട്ട് എങ്ങനെയാ വരുന്നത്? സച്ചേട്ടൻ വരാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, ചേച്ചി മാത്രം വന്നാൽ മതി. എന്തായാലും അയാൾ വേണ്ട. അയാൾ ഈ ഫംഗ്ഷന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അന്ന് അച്ഛന്റെ ആണ്ടിന് വന്നിട്ട് ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളൊക്കെ നിങ്ങളും കണ്ടതല്ലേ? അന്ന് നീ വാ വെച്ച് ചുമ്മാതിരുന്നായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്തായാലും എൻ്റെ കൈ ഒടിച്ച ആള് എൻ്റെ പിറന്നാളിന് വരണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത്. ഇനിയിപ്പോൾ രേവതി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്, അവൻ പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടതല്ലേ. ഇവനാണെങ്കിൽ സച്ചേട്ടനെ മനസ്സിലാവില്ല, സച്ചേട്ടനാണെങ്കിൽ ഇവന് മനസ്സിലാവില്ല. സച്ചേട്ടൻ എപ്പോഴും ഇവന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് അമ്മ പറയുന്നത്. പക്ഷെ അത് ഇവന് മനസ്സിലാവണ്ടേ. എന്തായാലും ഞാൻ സച്ചേട്ടനടുത്ത് സംസാരിച്ച് നോക്കാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവുകയാണേ. തുടർന്ന് രേവതി വീട്ടിലെത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. റൂമിൽ നിൽക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. ഇത് നോക്ക് രേവതി, നമ്മുടെ പുതിയ കാറിന്റെ വാടക കാർത്തിക് തന്നു, ഇതാ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആഹാ, കൊള്ളാലോ, അവൻ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടും. നീ എന്തായാലും ആ പണം കൊണ്ടുപോയിട്ട് പണം സൂക്ഷിക്കുന്ന ആ പെട്ടിയിൽ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തായാലും രേവതി, നിന്റെ ഐഡിയ കൊള്ളാം. നീയല്ലേ പറഞ്ഞത് രണ്ടാമത് ഒരു കാറും കൂടി മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാം എന്ന്? അതിൽ നിന്ന് നമുക്ക് പണം കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ നമുക്ക് റൂം കെട്ടാൻ വേണ്ടി പറ്റും. ശരി സച്ചേട്ടൻ നിൽക്കും, ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു പോകുമ്പോൾ വേണ്ട രേവതി, എനിക്ക് ട്രിപ്പുണ്ട്, ഞാൻ കയ്യിൽ കാശ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കില്ല, അതുകൊണ്ട് നിനക്ക് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും സച്ചേട്ടാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണേ. സച്ചേട്ടാ, ഇന്ന് ശരത്തിന്റെ പിറന്നാളാണ്, അതിനെന്താന്ന് ചോദിക്കുമ്പോൾ അല്ല, വൈകിട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു എൻ്റെ അടുത്ത്. നിന്നോട് വരാൻ പറഞ്ഞോ അതോ നിന്റെ അടുത്ത് മാത്രമാണോ വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അല്ല സച്ചേട്ടാ, അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഞാൻ ഈ ഫംഗ്ഷന് വരരുത് എന്നുള്ള കാര്യം? ഇല്ല സച്ചേട്ടാ, അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. രേവതി, നീ എന്തിനാണ് കള്ളം പറയുന്നത്? അവൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വരരുത് എന്നുള്ള കാര്യം. കാരണം നിന്റെ അനിയനെ കുറിച്ച് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അല്ലെങ്കിലും അവന്റെ കൈ ഒടിച്ച ആള് ഫംഗ്ഷന് വരണമെന്ന് ആരാണ് വിചാരിക്കുക? എന്താ നിന്റെ അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്ക് രേവതി, എന്തിനാ സച്ചേട്ടാ എന്റെ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഓ, അപ്പൊ നിന്റെ അനിയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിലും അവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ എന്തിനാണ് അവന്റെ കൈ ഒടിച്ചത്? കൂട്ടുകെട്ട് ശരിയല്ലാത്തത് കൊണ്ട്. എന്നിട്ടും എന്താ കാര്യം? അവൻ ഇപ്പോഴും ആ കൂട്ടുകെട്ടുമായിട്ട് തന്നെയല്ലേ നടക്കുന്നത്. ഇത്ര പെട്ടെന്ന് ശരിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മറ്റേ കൈയും കൂടി ചേർത്ത് ഉടച്ചേനെ. സച്ചേട്ടൻ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണം നീയും നിന്റെ കൂട്ടത്തിനും കുടുംബത്തിലുള്ള ആൾക്കാരാണ് അവനെയൊക്കെ നല്ല തല്ലി വളർത്തണായിരുന്നു. എന്തിനേറെ പറയണം, ഇവിടെ ഒരുത്തനുണ്ടല്ലോ ഓടിപ്പോയവൻ, അവന് എന്റെ അമ്മ ഓവറായിട്ട് സ്നേഹം കൊടുത്തിട്ട് വളർത്തിയതാണ്. ഇപ്പൊ എന്താ ക്രിമിനൽ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. നിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിന്റെ അനിയനും അങ്ങനെ തന്നെയാണല്ലോ. എന്ത് ചെയ്യാനാണ് സച്ചേട്ടാ, അവനാണല്ലോ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിൽ 12 മണിക്ക് ശേഷം പറഞ്ഞെന്നാണോ പറയുന്നത്? സച്ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? രേവതി, നിന്റെ അനിയൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സച്ചേട്ടനും കൂടി വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകായിരുന്നു. എന്നാ ഇപ്പോൾ നീ തന്നെ ഭയക്കുന്നുണ്ടല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ നിന്റെ അനിയൻ ഞാൻ വരരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് എന്ന്? ഇല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ രേവതി, വേണ്ട, ഇങ്ങനെ വിട്ടുകൊടുക്കാതെ അവനെ ഭയങ്കരമായിട്ട് നിങ്ങൾ വഷളാക്കി വെച്ചിരിക്കുകയാണ്. ശരി, അങ്ങനെ വിട്ടുകൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് 4 കൊടുത്തൂടെ നിങ്ങൾക്ക്? അവൻ സച്ചേട്ടാ പണ്ടത്തെ പോലെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോഴും അവൻ ആന്റണിയുടെ കൂടെ തന്നെയല്ലേ? അല്ല, അവനല്ല, ആന്റണിയാണ് ഇവനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും നീ വെറുതെ അവനെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. റോട്ടിൽ പോകുന്ന സമയത്ത് കാലിന് കല്ലിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് വന്ന് കാലിലിടിച്ചു എന്നാണോ പറയാ? നമ്മളാണ് നോക്കിയും കണ്ടു പോകേണ്ടത്. അതുപോലെ തന്നെ നിന്റെ അനിയൻ മാറി നടക്കണമായിരുന്നു, അല്ലെങ്കിലും എങ്ങനെ പോവാ? അവനും മോഷണ ബുദ്ധി തന്നെയാണല്ലോ. എന്താ ഇപ്പോ അവൻ നിങ്ങളുടെ ബൈക്ക് മോഷ്ടിച്ച കാര്യത്തെ കുറിച്ചാണോ വീണ്ടും പറയുന്നത് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. മോഷ്ടാക്കളുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നവർക്ക് മോഷണ ബുദ്ധി തന്നെ വരുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇല്ല സച്ചേട്ടാ, അവനിപ്പോൾ അങ്ങനത്തെ പോലൊന്നും അല്ല, പണ്ടത്തെ പോലെയല്ല, മാറിയിട്ടുണ്ട്. നീ മാത്രമേ രേവതി അങ്ങനെ പറയുള്ളൂ.
എന്തായാലും എനിക്കിപ്പോൾ പോണം. നീ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? എന്തിനെന്ന് ചോദിക്കുമ്പോൾ നീ പിറന്നാളിന് പോകുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. കൂടുതലായിട്ട് നീ ചിന്തിക്കൊന്നും വേണ്ട. എന്തായാലും ഈ ഫംഗ്ഷന് നീ പോകണ്ട. അതെന്താ സച്ചേട്ടൻ അങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ നിന്റെ അനിയൻ എനിക്ക് മര്യാദ തരുന്നില്ല. അവനെ ഇങ്ങനെ നാട് ചുറ്റുന്നത് പോലെ ഓരോ കറങ്ങി കൊണ്ട് നടക്കുവാണ്. ശരി, അവൻ എനിക്ക് മര്യാദ തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവന് ആന്റണി അല്ലേ പ്രധാനം? അല്ലെങ്കിൽ അവന് നിന്നെയൊക്കെ മനസ്സിലാവെങ്കിൽ കുടുംബത്തിന്റെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലായിട്ട് അവൻ മാറില്ലേ? നിന്നെയും അവന് മതിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ അവന് വേണ്ടിയിട്ട് പോകുന്നത്? അല്ല, അവനെന്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അനിയൻ തന്നെയാണ്, ഞാനത് ഏട്ടനാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് നോക്ക് രേവതി, നീ അവന് എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവന് വേണ്ടിയിട്ട് പോയിട്ട് മുന്നിൽ നിൽക്കുന്നില്ലേ? പിന്നെ അവൻ എങ്ങനെയാണ് മാറുക? അതൊക്കെ ശരി തന്നെയാണ് സച്ചേട്ടാ, പക്ഷേ എന്റെ അനിയന്റെ പിറന്നാളിന്റെ സമയത്ത് ഞാൻ എങ്ങനെ അവിടേക്ക് പോവാതിരിക്കുക? എനിക്ക് മര്യാദ ഇല്ലാത്തടത്തേക്ക് നീ എന്തിനാ പോകുന്നത്? നീ എന്റെ വാക്ക് കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ രേവതിക്ക് ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയാവാണ്. തുടർന്ന് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. ശരത്തിന് വേണ്ട കാര്യങ്ങളും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ശരത്തിന്റെ വീട്ടിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും രേവതിയെ കാണുന്നില്ല. രേവതി എന്താ വരാത്തെന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചേച്ചിയുടെ അടുത്ത് ഒരുപക്ഷെ സച്ചിയേട്ടൻ പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ശരത്ത് പറയുകയാണേ. അതെന്തിനാ സച്ചി അങ്ങനെ പറയുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ രേവതി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും അമ്മയൊന്ന് രേവതി ചേച്ചിയെ വിളിച്ചു നോക്കുക എന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട്. അത് പ്രകാരം തന്നെ വിളിച്ചു നോക്കുമ്പോൾ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത് എവിടെ എത്തി എന്നുള്ള കാര്യമാണ്. അമ്മ, ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. അതെന്താ നീ ഇത്ര നേരമായിട്ടും ഇറങ്ങിയില്ലേ? സമയമാവാറായി, പെട്ടെന്ന് തന്നെ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ വരണോ എന്നാണ് ചോദിക്കുന്നത്. അതെന്താ രേവതി നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ലമ്മേ, എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ശരത്തിന്റെ പിറന്നാളിനേക്കാളും വലിയ എന്ത് ജോലിയാണ് രേവതി നിനക്കുള്ളത്? എന്താ നിന്റെ അമ്മായിമ്മ വരണ്ട എന്നുള്ള കാര്യം എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യേ? രവിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വാ എന്ന് പറയുകയാണേ. ഇല്ല, അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല. സച്ചിയേട്ടൻ വരുന്നില്ല എന്നും എന്റെ അടുത്ത് പോകണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, കുറെ ദേഷ്യപ്പെട്ടിട്ടാണ് സച്ചിയേട്ടൻ പോയത്. എന്താ രേവതി, ഇപ്പോഴും ശരത്തിനോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ സച്ചിക്ക്? ഇപ്പോ ശരത്ത് അങ്ങനത്തെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ. ആ, ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകുന്നു, അത് മാത്രമല്ലേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ അതും വിടുന്നുള്ള കാര്യം പറഞ്ഞു. അമ്മ, ഇതിനെക്കുറിച്ചൊക്കെ അമ്മ ഞാനും സച്ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചതാണ്, പക്ഷെ മനസ്സിലാക്കുന്നില്ല. ഇനിയിപ്പോ എത്രയെന്ന് വെച്ചിട്ട് ഞാനും പറയാ. ശരത്ത്, നീ വന്നാൽ മാത്രം ഫംഗ്ഷൻ നടത്താൻ മതി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തായാലും നീ തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ് കേട്ടോ. എന്താ ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശരത്തെ, എനിക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആഘോഷിക്കുകയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ചേച്ചി ശരിയാവുന്നത്? എല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ പിറന്നാൾ ആഘോഷിക്കേണ്ടത്. ചേച്ചി മാത്രം വരാണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നത്? അത് ശരത്തെ, അത് സച്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ രേവതി ഇങ്ങനെ നിൽക്കുവാണേ. എന്താ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞോ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കാര്യം? മനസ്സിലായി ചേച്ചി, എന്റെ പിറന്നാളിന് വരരുതെന്നുള്ള കാര്യം പറയാൻ അയാൾ ആരാണ്? ചേച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേച്ചി വന്നു കഴിഞ്ഞാൽ മാത്രം മതി ഈ കാര്യങ്ങളൊക്കെ. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ ശരത്ത്. അങ്ങനെ രേവതി മൊത്തത്തിൽ ആകും കുടുങ്ങിയിരിക്കുകയാണ്. ശരത്ത് രേവതി വന്നാൽ മാത്രമേ ഫംഗ്ഷൻ നടത്തുള്ളൂ എന്നും അതുപോലെ തന്നെ സച്ചിക്ക് വിലയില്ലാത്തടത്ത് രേവതി പോകണ്ട എന്നും പറഞ്ഞിട്ടാണ് സച്ചിയും പോയിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ചേച്ചി ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? അത് വർഷേ, ഇന്ന് എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ്. ഓ ആണോ? എന്നിട്ട് ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കല്ലേ വേണ്ടത്? മുഖം എന്താ ഇപ്പൊ സാഡ് ആയിട്ടിരിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ അനിയന്റെ പിറന്നാളിന് സച്ചേട്ടൻ പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. ഓ, സച്ചേട്ടനും അതുപോലെ ശരത്തും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമാണല്ലോ അല്ലേ? അതേന്ന് രേവതി പറയുന്നുണ്ട്. എങ്കിലും രേവതി ചേച്ചി, ഇത് കുറച്ച് ഓവറാണ് കേട്ടോ. ചേച്ചിയുടെ അനിയനെ കാണാൻ വേണ്ടിയിട്ട് ചേച്ചി പോകരുതെന്നുള്ള കാര്യം പറയാനുള്ള റൈറ്റ്സ് ഒന്നും സച്ചേട്ടനില്ല. സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് രേവതി ചേച്ചിയും പോകാതിരിക്കുകയാണോ ചെയ്യുന്നത്? ചേച്ചി എന്താ സച്ചേട്ടൻ്റെ അടുത്ത് ജോലിയാണോ ചെയ്യുന്നത്, പെർമിഷനൊക്കെ മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്? അതല്ല വർഷേ, അവര് പറഞ്ഞിട്ടും ഞാൻ കേൾക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചേട്ടൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടില്ലേ? ആ ശബ്ദം കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുവാണേ. രേവതി ചേച്ചി, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷനിൽ സച്ചേട്ടൻ പങ്കെടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞ് സച്ചേട്ടൻ കേൾക്കുവോ? പിന്നെ എന്തിനാ രേവതി ചേച്ചി അത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത്? ശരത്തിന്റെ പിറന്നാളിന് വരുമോ വരാതിരിക്കോ അത് സച്ചേട്ടന്റെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ അനിയന്റെ ബർത്ത്ഡേക്ക് പോകരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് സച്ചേട്ടൻ എന്ത് റൈറ്റ്സ് ആണുള്ളത്? പിന്നീട് ചേച്ചിയുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നും പോയതെന്ന് പറയും. അവസാനം ചേച്ചിയുടെ ഫാമിലിയുമായിട്ടുള്ള റിലേഷൻ തന്നെ കട്ടായി പോകും. വേണ്ട വർഷേ, സച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചേട്ടൻ ചീത്ത വിളിക്കും. രേവതി ചേച്ചി, സച്ചേട്ടൻ ഇനി എപ്പോഴാണ് വരിക? രാത്രിയായിരിക്കും. പിന്നെ എന്താണ് പ്രശ്നം? ആ സമയത്തിനുള്ളിൽ ചേച്ചിക്ക് വീട്ടിൽ പോയിട്ട് ചേച്ചിയുടെ അനിയനെ വിഷ് ചെയ്തിട്ട് വന്നൂടെ? അല്ല, സച്ചേട്ടൻ്റെ വാക്ക് മേരി പോകുന്നത് ശരിയല്ലല്ലോ.
അവരെന്താ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണോ? ഇപ്പോൾ സച്ചേട്ടനെതിരായിട്ട് ചേച്ചി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പൊ ചേച്ചി പോയിട്ടില്ലെങ്കിൽ ചേച്ചിയുടെ അനിയൻ ചേച്ചിനെ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കില്ല, അത് പ്രശ്നമാണോ? പോയിട്ട് വാ രേവതി ചേച്ചി, ഒന്നും സംഭവിക്കില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണേ. വർഷം വരുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടേ. വർഷ കാണാത്ത രീതിയിൽ അങ്ങ് മാറി നിൽക്കുന്നുണ്ടേ. വർഷ പറഞ്ഞതുപോലെ തന്നെ സച്ചേട്ടൻ അറിയാതെ പോയിട്ട് പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരാം, അങ്ങനെയാകുമ്പോൾ വീട്ടിലുള്ളവർക്കും സന്തോഷമാവും. സച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോയില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ രേവതി അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. രേവതിയുടെ ആ പോക്ക് കാണുന്ന സമയത്ത് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചി പോകരുതെന്ന് പറഞ്ഞിട്ടും ഇവള് പോവല്ലേ, അപ്പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെ സന്തോഷം ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാക്കാലോ എന്നുള്ള രീതിയിൽ. അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ശരത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഇത്രയും നേരമായിട്ടും രേവതി വരേണ്ട സമയമായല്ലോ, എന്നിട്ടും കാണുന്നില്ല. അപ്പൊ രേവതി ഇനി വരില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കിനി ഫംഗ്ഷനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി എനിക്കറിയായിരുന്നു ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് വരുമോ എന്നുള്ള കാര്യം. എനിക്ക് സന്തോഷമായി. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ശരത്തിന് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സച്ചി വരരുത് എന്ന് പറഞ്ഞിട്ട് രേവതി വന്നല്ലോ, ആ ഒരു സന്തോഷമാണേ. തനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരംഭിച്ചാലോ, എല്ലാം എടുത്തു വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കണം, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറയാണേ. അതെന്താ രേവതി, നീ സച്ചിയുടെ അടുത്ത് പറയാണ്ടാണോ വന്നതെന്ന് ചോദിക്കുകയാണേ. അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ എന്തിനാ അമ്മ അറിയുന്നത്, അമ്മ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറയാണേ. അപ്പോഴും ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലാണെങ്കിൽ ഫംഗ്ഷന്റെ ഭയങ്കര ലഹളയായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വീട്ടിലേക്ക് സച്ചി വരുന്നുണ്ട് കേട്ടോ. രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഹാളിലൊന്നും കാണാത്തതുകൊണ്ട് കിച്ചണിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് വിളിക്കുവാണേ. ഇനി ഒരു പക്ഷെ അവള് ടെറസിലേക്ക് പോയിട്ടുണ്ടാവോ? രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ വാട്ടർ ടാങ്കിന്റെ മേലെ കയറി നിന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവള് വരില്ല. അവള് വീട്ടിലുണ്ടെങ്കിലല്ലേ നീ വിളിച്ചാൽ വരുള്ളൂ. ഞാൻ ഇത്രയും നേരം ഒച്ച എടുക്കുമല്ലായിരുന്നോ, ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? നീ ചോദിച്ചാലല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ. പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുന്നുണ്ടേ. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. രേവതി അറിയുന്നില്ല കേട്ടോ ഫോൺ ബെല്ലടിയുന്നത്. എന്താ ഫോൺ എടുക്കുന്നില്ലേ? അല്ലെങ്കിലും അവൾ എങ്ങനെ ഫോൺ എടുക്കുക? അവളുടെ അനിയന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ അവള്. കൊട്ടും പാട്ടും ലഹളയൊക്കെ ആയിരിക്കല്ലോ, അതിനിടയ്ക്ക് ഫോണിന്റെ ബെല്ലൊക്കെ എവിടുന്ന് കേൾക്കാനാണ്? അല്ല, അവൾ എന്തിനാണ് അവിടെ പോകുന്നത്? ഞാൻ അവളുടെ അടുത്ത് പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങോട്ട് പോവില്ല. അവളെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവളെ കുറിച്ച് പറയില്ലല്ലേ എനിക്ക് പണി. അവള് വലിയ മന്ത്രിയല്ലേ അവളെ കുറിച്ച് സംസാരിക്കാൻ. നിനക്കാണ് അവളെ കുറിച്ച് അറിയാത്തത്. അവള് നിന്റെ തലയിൽ മുളക് അരച്ചുകൊണ്ടിരിക്കുകയാണ്. നീയാണ് അതൊന്നും അറിയാതെ അമ്മിക്കല്ല് പോലെ എല്ലാത്തിനും ഇരുന്ന് കൊടുക്കുന്നത്. നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറയണ്ട. അവള് പോകില്ല എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വല്ല കടയിലേക്കോ മറ്റോ പോയതായിരിക്കും. ഓ, അത്രയ്ക്ക് നിന്നെ കോമാളിയാക്കി വെച്ചിരിക്കുകയാണല്ലേ. നിന്റെ ഭാര്യ പോയിരിക്കുന്നത് അവളുടെ വീട്ടിലേക്കാണടാ. അപ്പോഴും സച്ചി വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്റെ ഭാര്യയെ കുറിച്ചിട്ട് എനിക്കറിയാം. എന്റെ വാക്ക് മേറിയിട്ട് അവൾ പോവില്ല. അവൾ ഒരിക്കലും എന്റെ വാക്ക് മേറിയിട്ട് എങ്ങോട്ടേക്കും പോവില്ല. എടാ പൊട്ടാ, അവള് പൂ കൊടുക്കാനൊന്നല്ല പോയിരിക്കുന്നത്. നിന്റെ കാതില് പൂ വെച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് അവളുടെ അനിയന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാ പോയിരിക്കുന്നത്. പോയില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് നിങ്ങളുടെ അടുത്തല്ലേ പറഞ്ഞതെന്ന് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചി ചോദിക്കുമ്പോൾ, ഈ ഒച്ച എടുക്കുന്ന പണിയൊന്നും എന്റെ അടുത്ത് ഇറക്കാൻ വേണ്ടി നിൽക്കണ്ട. ഏതോ ഒരു പെണ്ണ് നിന്നെ കബളിപ്പിക്കുകയാണല്ലോ എന്നുള്ള വിചാരിച്ചിട്ട് ഒരു ഇത് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ വേണമെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ പോ. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നീ പോയിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് നോക്ക്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ വാക്കിന് എന്തോരം വില നൽകുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ നിനക്ക് മനസ്സിലാകും. അത് കേട്ട ഉടനെ തന്നെ സച്ചി അവിടുന്ന് ദേഷ്യം പിടിച്ച് അങ്ങ് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്ര. ആ സച്ചിയുടെ പോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ത് രീതിയിൽ പ്രശ്നമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്ര. സച്ചി കാറെടുത്തിട്ട് പോന്നു കേട്ടോ. അതേസമയം രേവതിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പായസവും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും രേവതി ഇങ്ങനെ ശരത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ദേവുവിനെ പോലെ തന്നെ നീ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകണം, നല്ല ജോലിക്കൊക്കെ പോകണമെന്ന്. അതൊക്കെ ചേച്ചി ഞാൻ ഏറ്റു. അവളെക്കാളും നല്ല മാർക്കിൽ ഞാൻ പാസ്സാവുന്നൊക്കെ പറയുകയാണേ. ഇത് ചുമ്മാ വായിൽ പറഞ്ഞാൽ പോരാ, പേപ്പറിൽ കാണുകയും വേണമെന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ദേവും പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സച്ചി മാത്രം ഇല്ലല്ലോ. അതിലൊരു ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി വന്നില്ലേ എന്നുള്ള കാര്യം. ഇല്ല, സച്ചിയേട്ടനൊരു ട്രിപ്പിന് പോയതാണ്, വരുമെന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതിനിടയ്ക്ക് രേവതി ആണെന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ധൃതി വെക്കുന്നുണ്ട്. ഇനി കുറച്ചു നേരം കൂടി നിന്നിട്ട് പോടി, പോകുന്ന സമയത്ത് പായസം എടുത്തോണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, കാരണം സച്ചിയേട്ടൻ എങ്ങനെ പറഞ്ഞ പ്രശ്നമാവുമല്ലോ. അതിനു മുമ്പ് പോകാൻ വേണ്ടിയിട്ട് രേവതി ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ രേവതി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണല്ലോ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രേവതി സച്ചിയെ കാണുമ്പോഴേക്കും സച്ചിയേട്ടനൊന്നും ചോദിക്കുന്നുണ്ട്. അതെ, നിന്റെ അനിയന്റെ പിറന്നാളല്ലേ, ആഘോഷിച്ചിട്ട് പോവാന്ന് കരുതിയിട്ട് വന്നതാണ്. സച്ചേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും, എന്തായാലും സച്ചിമോനെ നീ വരും എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരുന്നു. വന്നല്ലോ, ഒരുപാട് സന്തോഷം. സച്ചേട്ടൻ എല്ലാം മറന്നിട്ട് കയറി വന്നല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് ദേവും പറയുന്നുണ്ട്.
ഞാനിവിടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതല്ല, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് രേവതി ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ രേവതി ഉണ്ട്, അവൾക്ക് എന്നോടാണോ അതോ തലതിരിഞ്ഞ് ചുറ്റിക്കറങ്ങി നടക്കുന്ന അവളുടെ അനിയനോടാണോ സ്നേഹം കൂടുതലെന്നറിയാൻ. അത് ഇപ്പൊ മനസ്സിലായി, അനിയനോട് സ്നേഹം ഒഴുകുന്നുണ്ടല്ലേ? ഇല്ല സച്ചേട്ടാ, അത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്രയും പറഞ്ഞിട്ട് നിനക്ക് എന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി തോന്നിയില്ല അല്ലേ? അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാ പോയതെന്ന്. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. എന്റെ വാക്ക് മേടിയിട്ട് എന്റെ ഭാര്യ പോവില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ ചെരുപ്പോണ്ട് അടിച്ചതുപോലെ നീ ചെയ്തില്ലേ? ഇല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നുമില്ല. സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ രേവതി. എന്തായാലും സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ഇറങ്ങി പോകുമ്പോഴേക്കും പുറകെ തന്നെ ലക്ഷ്മിയും ദേവും രേവതിയും ഒക്കെ ഓടി ചെല്ലുന്നുണ്ട്. രേവതി ചെന്നിട്ട് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചിയുടെ. ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് അവളോട് വരാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം എന്ന് പറയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ രേവതിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സച്ചി അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രേവതിക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാ പ്രശ്നം വരിക എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് പായസമൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. രേവതി കയറി വരുന്ന സമയത്ത് നമ്മുടെ രവിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണേ. അച്ഛൻ എന്താ പുറത്തേക്ക് പോവാണെന്ന് ചോദിക്കുമ്പോൾ അതെ, അശോകന്റെ വീട് വരെ ഒന്ന് പോവാന്ന് പറയണേ. അച്ഛൻ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് അച്ഛന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടേ. എന്താ രേവതി സ്പെഷ്യല്? പായസം പുറത്തുനിന്ന് മേടിച്ചാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇന്ന് ശരത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് പറയണേ. ആണോ? ഞാൻ എന്തായാലും പിന്നീട് വിളിച്ചിട്ട് അവന് ആശംസകൾ അറിയിച്ചോളാം. സച്ചി വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണെ. ആ വന്നിരുന്നു. ഓ കൊള്ളാലോ. എന്തായാലും ശരത്തിനോട് ദേഷ്യമാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ വന്നല്ലോ, നല്ല കാര്യം. എന്നാൽ ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. സച്ചി അവിടെ എത്തി എന്നുള്ള കാര്യം അറിഞ്ഞല്ലോ. എന്തായാലും അവിടെ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പായസമൊക്കെ കുടിച്ചതിന് ശേഷം രവി അങ്ങ് പുറത്തേക്ക് പോവുകയാണെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാനെന്താ ഇവിടെ പട്ടിണി കിടക്കുന്നതാണോ നിന്റെ വിചാരം എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതമ്മേ പിറന്നാളിന് അമ്പലത്തിൽ നിന്ന് പൂജിച്ചതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിന്റെ വീട്ടിലുണ്ടാക്കിയതല്ലേ, ഞാൻ അതൊന്നും കഴിക്കില്ല. അതിനകത്ത് എന്തൊക്കെയാ ചേർത്തിരിക്കുന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പായസമായിട്ട് രേവതി അങ്ങ് പോകുന്നുണ്ട്. ആ അതൊക്കെ ശരി, നിന്റെ ഭർത്താവ് അവിടേക്ക് വന്നു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, പായസം കുടിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ടേ. അല്ലെങ്കിലും എങ്ങനെ കുടിക്കാനാണ്, അവൻ പോരുതെന്ന് പറഞ്ഞിട്ടും നീ പോയില്ലേ? അവനല്ലെങ്കിലും ഒരു പൊട്ടനാണ്, നീ അവന്റെ വാക്കുകൾ മേരില്ല എന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നീ എന്താട്ടാ ആടുന്നെന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. സന്തോഷത്തോടു കൂടിയിട്ട് നിന്റെ ഭർത്താവ് കുതിച്ചു ചാടി വന്നതായിരുന്നു. എന്റെ ഭാര്യ എവിടെയാന്നുള്ള കാര്യം സ്നേഹത്തോടു കൂടി ചോദിച്ചപ്പോ അവള് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എങ്കിലും അവൻ അപ്പോഴും വിശ്വസിച്ചില്ല കേട്ടോ. കാരണം നീ ഏത് തരത്തിലുള്ളവളാണ് എന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. അപ്പോഴും അവൻ പറഞ്ഞത് എന്റെ വാക്ക് മേറിയിട്ട് എന്റെ ഭാര്യ എങ്ങോട്ടും പോവില്ല എന്നാണ്. നീയാണെങ്കിൽ അവനെ നടിച്ച് അവനെ പറ്റിച്ചു വെച്ചിരിക്കുകയല്ലേ. ആ നടിപ്പില് നീ നല്ലവളാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്റെ രേവതി എന്റെ വാക്ക് മേറിയിട്ട് എങ്ങോട്ടും പോവില്ല എന്നൊക്കെ വല്ല സാവിത്രിയെ കിട്ടിയതുപോലെ സത്യവാനെ പോലെ ഇങ്ങനെ വാചകം അടിക്കുന്നുണ്ടായിരുന്നു അവൻ ഇവിടുന്ന്. എന്തോ പൂ കൊടുക്കാനോ മറ്റോ ആയിരിക്കും അവള് പോയിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവന്റെ അടുത്ത്, അവള് പൂ കൊടുക്കാനല്ല പോയത്, നിന്റെ കാത്തില് പൂ വെച്ചിട്ട് അവളുടെ അനിയന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നീ വേണമെങ്കിൽ പോയി നോക്ക്. അവനാണെങ്കിൽ കേട്ടപാടി ചാടി കുതിച്ച് ഇവിടുന്ന് പോകുന്നതും കണ്ടു. എന്തായാലും ഇപ്പോൾ അവന് നിന്നെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കേട്ട രേവതി പറയുന്നുണ്ട്, എന്തായാലും അമ്മേ നല്ല കാര്യമാണ് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത്, ഒരുപാട് സന്തോഷം. ഇപ്പോഴാണ് അവൻ നീ ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. എന്തായാലും അധികം വൈകാതെ മുഴുവനായിട്ട് നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി നിന്റെ ഈ വീട്ടിലുള്ള നാളുകള് എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കയറി പോവാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ രേവതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് വർഷ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ വീട്ടിൽ പോയി വന്നോ എന്ന് ചോദിക്കുകയാണെ. ചേച്ചി വീട്ടിൽ പോയിട്ട് ആഘോഷിച്ചിട്ടാണല്ലേ വന്നത്? എന്തായാലും നന്നായി, പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് സച്ചേട്ടൻ വന്നു എന്നുള്ള കാര്യം രേവതി പറയാണേ. സച്ചേട്ടൻ വന്നു എന്നോ? അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു വിട്ടു എന്ന് പറയണേ. ശേ, ഈ ആന്റിക്ക് വേറെ പണിയൊന്നുമില്ലേ? ചന്ദ്രയാണ് ഈ കാര്യങ്ങളൊക്കെ സച്ചിയുടെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം അറിയുമ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ഈ തള്ളയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള കാര്യം. സച്ചേട്ടൻ അത് ദേഷ്യപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ടേ. അത് സച്ചേട്ടൻ വീട്ടിലേക്ക് വന്നാലേ അറിയുള്ളൂ. അങ്ങനെ വർഷയുടെ പ്ലാന് പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാവാണ് കേട്ടോ. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ വർഷയ്ക്ക് തലയിൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, ഇല്ല ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്നാലും പ്രശ്നമൊന്നും ആയിട്ടില്ലല്ലോ, ഞാൻ ഭയങ്കര ടയർഡാണ്, റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ നീ പായസം കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. ഞാൻ റൂമിൽ പോയി കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വർഷ എസ്കേപ്പ് ആയി പോവുകയാണേ. ചന്ദ്ര ഇങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സച്ചി രേവതിയെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. രേവതി ചെയ്തത് തെറ്റല്ല എന്നും സച്ചിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് രണ്ടുപേരും പഴയതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തിലാവുകയാണ്. രേവതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ചന്ദ്രയുടെ പ്ലാനും പൊളിയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക് യു.